പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. 1 യോഹന്നാൻ 5:11 തിരുവചനം പറയുന്നു, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12 പത്രോസ്ലീഹ പറഞ്ഞു, ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവാണ് ഏക രക്ഷകൻ. യേശുവിനെ സ്വന്തമാക്കിയവർക്ക് നിത്യജീവനുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16:31 കാരാഗൃഹത്തിൻ്റെ കാവൽക്കാരൻ പൗലോസിനോടും സീലാസിനോടും ചോദിച്ചു, യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. യോഹന്നാൻ 14:1-6 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ തോമസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് എത്തുന്നില്ല. അപ്പോൾ യേശുവാണ് പിതാവിൻ്റെ പക്കലേക്ക് എത്തുവാനുള്ള ഏക മാർഗം. യേശുവിൻ്റെ ശിഷ്യന്മാർ അസ്വസ്ഥരായിരുന്നതുപോലെ പലവിധ കാരണങ്ങളാൽ നാം എല്ലാവരും ഉത്കണ്ഠാകുലരും ഒക്കെയാണ്. അപ്പോൾ നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നാം അസ്വസ്ഥരാകേണ്ട, ദൈവത്തിലും യേശുവിലും വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത്. സ്വർഗത്തിൽ നിന്ന് വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശുനാഥൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നത് നമ്മെയും കൂട്ടി പിതാവിൻ്റെ പക്കൽ സ്വർഗത്തിലേക്ക് പോകുവാനാണ്. ആ സ്വർഗത്തിൽ പോകുവാൻ നാം നേടിയെടുക്കേണ്ടത് വിശുദ്ധിയാണ്. നമ്മുടെ ഈ ലോക ജീവിതം വളരെ ഹ്രസ്വമാണ്. ആ ജീവിതകാലഘട്ടത്തിൽ നാം നേടിയെടുക്കേണ്ടത് വിശുദ്ധിയാണ്. സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വചന അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിശുദ്ധി നേടാൻ സാധിക്കും. 1 തെസ്സലോനിക്ക 4:3 പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. 4:7 പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എബ്രായർ 12:14 വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. നാം ഗൗരവത്തിലെടുക്കാത്ത ചില പാപങ്ങളാണ് വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തകളും. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഇതെല്ലാം നമ്മെ
അശുദ്ധരാക്കുകയാണ്. ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. യാക്കോബ് 1:21 തിരുവചനം പറയുന്നുണ്ട്, എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. നമുക്ക് വചനമനുസരിച്ച് ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.